ഒരു സങ്കടപ്പെടുന്ന ഒരു ന്യൂസ് ഞാൻ ഇന്ന് കണ്ട് സ്ക്രോൾ ചെയ്തപ്പം ആക്ച്വലി ലാസ്റ്റ് മൺഡേ 21 ജൂലൈയിൽ നടന്ന സംഭവമാണ്. കോട്ടയത്ത് മറ്റപ്പള്ളി ചിറപ്പുറത്ത് ജോബി അബ്രഹാമിൻ്റെ ഒരു ഫാമിലി, 4 പേരടങ്ങുന്ന ഒരു ഫാമിലി, അതായത് അച്ഛനും അമ്മയും 2 മക്കളും 17 വയസ്സുള്ളൊരു മോള്. എന്ത് ഭംഗിയാണ് കുട്ടികളെ കാണാൻ. അപ്പോൾ ആക്ച്വലി കണ്ടപ്പം സങ്കടം തോന്നി. നമ്മളെപ്പോലൊരു മനുഷ്യർ. ഓക്കെ, കടബാധ്യത മൂലം അവർക്ക് ചിട്ടി ഉണ്ടായിരുന്നു, എന്തോ 10 lakhs വരെയൊക്കെ ഉള്ള ചിട്ടികളുണ്ടായിരുന്നു. അത്രയും പേയ്മെൻ്റ് ഒന്നും കൊടുത്തു തീർക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ആരും അവരെ ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നിട്ടുണ്ടാവില്ല. മേ ബി ഫ്രണ്ട് സർക്കിളാണെങ്കിലും അല്ലെങ്കിൽ റിലേറ്റീവ്സിലാണെങ്കിൽ ആരും ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ അവരിങ്ങനത്തെ ഒരു ഡിസിഷനിലേക്ക് എത്തും. അപ്പം കേട്ടപ്പോൾ വിഷമം തോന്നി. അവരുടെ സോൾസ് റെസ്റ്റ് ഇൻ പീസ്, ആദരാഞ്ജലികൾ ഞാൻ അർപ്പിക്കുന്നു. പിന്നെ എന്താ പറയുക, ഇന്ന് ഇവരെ 4 പേരുടെയും ബോഡി 4 ആംബുലൻസിൽ നല്ല അലങ്കരിച്ചിട്ട് നല്ല ഭംഗിയായിട്ട് കൊണ്ടുവരുന്ന അവരുടെ വീട്ടുമുറ്റത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അത് ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്ന ഗവൺമെൻറ് സൈഡിൽ നിന്നാണെങ്കിൽ നേതാക്കളും അവിടെ നാട്ടിലുള്ള എല്ലാ ആൾക്കാരും കൂടിയിട്ട്, ബന്ധുക്കളും റിലേറ്റീവ്സും ഫ്രണ്ട്സും എല്ലാം കൂടി. മരണപ്പെട്ടപ്പോൾ ഇവരെല്ലാവരും വന്നു, പക്ഷെ ജീവനോടിരുന്നപ്പം ഇവരാരെങ്കിലും ഒരു നോക്ക്, ഒരു കൈസഹായം ചെയ്തിരുന്നെങ്കിൽ, ഒരു സഹായഹസ്തം നീട്ടിയിരുന്നെങ്കിൽ അവർക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരത്തില്ലായിരുന്നു. അപ്പം അതായത് ഇവർ 4 പേരും ഒരുമിച്ച് ഡിസൈഡ് ചെയ്തിട്ട് അവർ ആത്മഹത്യ ചെയ്യണമെങ്കിൽ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ അത്രത്തോളം വിഷമം ഉണ്ടായിട്ടുണ്ടാകും. ആരും അവരെ ഹെൽപ്പ് ചെയ്യാനില്ലല്ലോ എന്ന് അവർക്ക് ഉറപ്പുണ്ടായിട്ടില്ല അവരങ്ങനത്തെ ഒരു തീരുമാനം എടുക്കുക. അപ്പോൾ ഇതാണ് ഗൈസ് ഇപ്പോഴത്തെ ലോകം ഇതാണ്. അപ്പം നമ്മൾ കുറച്ചൊക്കെ നല്ല സാമ്പത്തിക അവസ്ഥയിലുള്ള ആൾക്കാർ, പാവം പിടിച്ച ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സഹായിക്കുക ഗൈസ്. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് ദുരന്തങ്ങളൊക്കെ ഒന്ന് ഒഴിവായി കിട്ടും. പിന്നെ ഒരു കാര്യം വിചാരിക്കുക, നമ്മൾ ഈ പണവും പൈസയും വീടും കാര്യങ്ങളും ബംഗ്ലാവും ഒക്കെ വെച്ചിട്ടൊന്നും ഇതൊന്നും പെർമനൻ്റ് അല്ല. ഇതൊക്കെ എത്ര നാൾ നിൽക്കും എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. അതായത് ഇതെന്ന് വെച്ചാൽ നമ്മൾ മരണപ്പെട്ട് ഒരു 3 ദിവസം കഴിയുമ്പോൾ മണ്ണോട് ചേരും. 1 വീക്ക് കഴിയുമ്പോൾ നമ്മുടെ വീട്ടിൽ വരുന്ന റിലേറ്റീവ്സിൻ്റെ എണ്ണം കുറയും. 20 പേര് വരുന്നിടത്ത് 10 പേരാവും. 2 വീക്സ് ആകുമ്പോൾ അവിടെ 5 പേരാവും. 1 മാസം കഴിയുമ്പം ആ വരവ് നിൽക്കും, 1-2 പേരാകും. വീട്ടിൽ വിളിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ വിളി നിർത്തി തുടങ്ങും, നമ്മളെ മറന്നു തുടങ്ങും. ജോലിക്ക് പോകുന്നവരൊക്കെ അവരവരുടെ ജോലിക്ക് പോകും, അവരവരുടെ ഫാമിലിയിൽ പോകും. സ്കൂളിൽ പോകുന്ന പിള്ളേരുണ്ടാവും, നമ്മുടെ ഒപ്പം പഠിച്ച പിള്ളേർ. കോളേജിൽ പോകുന്നവർ കോളേജിൽ പോകുന്നുണ്ടാവും. ഓഫീസ് വർക്ക് പോകുന്നവർ ഓഫീസ് വർക്കിന് പോകുന്നുണ്ടാവും. അങ്ങനെ ഓരോ കാര്യങ്ങളിലായിട്ട് അവരവരുടെ കാര്യത്തിൽ ബിസി ആകുമ്പോൾ നമ്മളെ മറക്കും. അപ്പം അത്രയേ ഉള്ളൂ ലൈഫ്. അപ്പം പാവം പിടിച്ച ആൾക്കാർ നിങ്ങളോട് ഹെൽപ്പ് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിലോ റിലേറ്റീവ്സിലോ സ്ട്രേഞ്ചേഴ്സോ. അതിപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ്, ജെന്യുവൻ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്തോളും. എന്തായാലും എല്ലാവരുടെയും സോൾസ് പാരഡൈസിലെത്തട്ടെ ഗൈസ്, നമുക്ക് പ്രാർത്ഥിക്കാം.